ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും 2 പൊസിഷനുകളാണ് ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് ജോയൻ ഗാർഷ്യയെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇടത് വിങ്ങിലേക്ക് മാർക്കസ് റാഷ്ഫോർഡിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നിക്കോ വില്യംസ്, ഡയസ് എന്നിവർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ഫലം കാണാതെ വന്നതോടുകൂടിയാണ് റാഷ്ഫോർഡിനെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതോടുകൂടി അടുത്ത സീസണിലേക്കുള്ള FC ബാഴ്സലോണയുടെ ഒരു ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ശക്തമായ ഒരു 11 തന്നെ ഇപ്പോൾ അവകാശപ്പെടാൻ ബാഴ്സലോണക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോയൻ ഗാർഷ്യ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് പൊസിഷനിൽ റൊണാൾഡ് അരോഹോ ഉണ്ടാകും. അതുപോലെ തന്നെ കുബാർസിയും അവിടെയുണ്ട്. ഈ താരങ്ങൾക്ക് ബാക്കപ്പ് ആയിക്കൊണ്ട് മികച്ച താരങ്ങളെ ബാഴ്സക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് അലജാൻഡ്രോ ബാൾഡെ ഉണ്ടാകും. അതുപോലെ തന്നെ ഹൂൾസ് കൂണ്ടയും ഉണ്ടാകും. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ്ങിനും പെഡ്രിക്കും സ്ഥാനം ഉറപ്പാണ്. ഇവർക്കൊപ്പം റഫീഞ്ഞ കൂടി മധ്യനിരയിലേക്ക് ഇറങ്ങി കളിക്കും. അതല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ റഫീഞ്ഞയായിരിക്കും ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിങ്ങിൽ റാഷ്ഫോർഡിനെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ട്രൈക്കർ ആയിക്കൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി തന്നെയായിരിക്കും. വലത് വിങ്ങിൽ ലാമിൻ യമാൽ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും FC ബാഴ്സലോണയുടെ അടുത്ത സീസണിലേക്കുള്ള ഒരു ലൈനപ്പ്. ശക്തമായ ഒരു നിരയെ തന്നെ അവകാശപ്പെടാൻ ബാഴ്സക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ തലനാരിഴക്കാണ് അവർക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നഷ്ടമായത്. അത് തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും FC ബാഴ്സലോണ ഇറങ്ങുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.